നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. സന്ദർഭം മുതലാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇത്രയും വലിയ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ട് ന്യായീകരിക്കാൻ നോക്കുന്നു. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാകരുത് സാമൂഹ്യ പ്രവർത്തനം. നിരപരാധികളാണ് മരിച്ചു വീണത്. മുസ്ലിം നേതാക്കൾ പോലും ഇതിനെ തള്ളി പറയുമ്പോൾ സതീശൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത്തിരി ഉളുപ്പെങ്കിലും വേണ്ടേ? കുറച്ചൊക്കെ രാജ്യസ്നേഹമാവാം. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ന്യായീകരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവില്ല. എന്നിട്ട് ഒരു പേര്, അത് സ്നേഹത്തിന്റെ മതസൗഹാർദ്ദം എന്ന്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല. ഞങ്ങൾ അതിന് ഒരു കാലത്തും അതിനോട് യോജിപ്പില്ല. അതാണോ നേതാവിന്റെ ഇപ്പോഴത്തെ വിഷമം? നേതാവിന്റെ കേട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കണക്കിനങ്ങ് കൊടുക്കുന്നുണ്ട്. പറയുന്നത് മുസ്ലിമുകൾ ഭീകരവാദികളെന്നാണ് ആര് പറഞ്ഞു? അല്ല ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് VD സതീശൻ എന്തെല്ലാം വിചാരിക്കുമ്പോൾ ചിന്തിക്കുന്ന ആളാണ്. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്റലക്ച്വൽ ആണ്. അദ്ദേഹം പറയുന്നു. ഇത് കേട്ട സതീശന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എന്തായാലും സതീശന് സെക്യൂരിറ്റി ഫോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാം. അല്ല പിന്നെ ഇമ്മാതിരി വർഗീയത പറയുന്ന സതീശനോട് എന്ത് പറയാനാ? ഇസ്ലാമിൽ ഉള്ള മുഴുവൻ ആളുകളും ഭീകര പ്രവർത്തകരാണ്. അതൊക്കെ ഒരു ഈ ഞാൻ എപ്പോഴും പറയുമല്ലോ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്തെ എല്ലായിടത്തും ഉള്ളത്. എന്നാൽ ആര് പറഞ്ഞു മുസ്ലിം തീവ്രവാദികൾ എന്നാണ് സതീശനോട് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്. തങ്ങൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. എന്നാൽ വോട്ട് ചാക്കിലാക്കാൻ ഇമാതിരി ഇല്ലാത്ത പരാമർശങ്ങളൊക്കെ കെട്ടിച്ചമയ്ക്കാമോ? പാകിസ്ഥാന് തീവ്രവാദത്തിന് മറുപടി ഇന്ത്യ കൊടുക്കും. അതിന് സതീശൻ എന്താ ഇത്ര കൊള്ളാനിരിക്കുന്നേ? ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ്. അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും. അതിൽ VD സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുക്കണം. അത് റെസ്പോണ്ട് കൊടുക്കുന്നത് ആർക്കാ? പാകിസ്ഥാന്. ഇതന്നെ VD സതീശൻ ഇത്ര ഒരു വേദന. പാകിസ്ഥാനെ ഒന്നും ചെയ്യണ്ട എന്നാണോ സതീശൻ പറയുന്നത്? സാധാരണക്കാർ വിനോദസഞ്ചാരത്തിനെത്തിയപ്പോൾ അവരെ മതം ചോദിച്ച് കൊല്ലുക എന്നത് പാകിസ്ഥാൻ തീവ്രവാദം. അതിന് സതീശൻ എന്തിന് ഇത്രയ്ക്ക് രോഷം കൊള്ളണം? ഏതായാലും സതീശൻ രോഷം കുറയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇല്ല, ചിലപ്പോൾ ജനങ്ങൾ പ്രതിപക്ഷ നേതാവെന്ന പദവിയൊക്കെ അങ്ങ് മറക്കും. സൂക്ഷിച്ചാൽ നേതാവിനെ ദുഃഖിക്കേണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.